ഈ പറഞ്ഞതൊന്നുമല്ലാത്തൊരു പരിവേഷം എന്താ എനിക്ക് പുതുതായിട്ടുണ്ടായത്? ഞാൻ പോവും. ഞാൻ എവിടെ സ്ഥിരതാമസക്കാരനല്ല. ഇല്ല, ഇനി ഞങ്ങൾ വിട്ടാലല്ലേ പോവും. ഞങ്ങൾ കാലി കെട്ടിപ്പിടിച്ച് കിടക്കും. ഞങ്ങൾക്കൊരു നാഥന വേണം. ഞാൻ വരത്തന്നെ സാറേ. സർക്കാർ മുദ്ര വെച്ച പേപ്പർ നാളെ കൈപ്പറ്റിയാൽ ഏതോ നാട്ടിലേക്ക് പോകേണ്ടവൻ ഇവിടെ വന്ന് ഈ നല്ല മനുഷ്യനുമായിട്ട് കൂട്ടുകൂടിയപ്പോ ഞാനും ഒരു കണിമംഗലത്തുകാരനായി. സാറ് വിചാരിച്ചാൽ മാത്രം ഈ ഉത്സവം നടക്കും. കൊളപ്പുള്ളിയുടെ ഏറ്റുമുട്ടാൻ സാറിനെ കഴിയൂ. എനിക്കാരോട് യുദ്ധം വയ്യ. ഇത് യുദ്ധമല്ല, ഒരുപാട് ജന്മങ്ങളുടെ ഒരുപാട് നാളത്തെ സങ്കടമാണ്. ഈ കരയിലെ ഓരോ മനുഷ്യനെയും ബാധിച്ച ശാപം മാറണേല് അനിയത്തിക്കാവിലെ ഉത്സവം നടക്കണം. അതൊക്കെ ഒരുതരം അന്ധവിശ്വാസങ്ങളാണ്. പൊരുതി ജയിക്കാൻ കഴിയാതെ വരുന്ന സന്ദർഭങ്ങളിൽ മനുഷ്യൻ കണ്ടെത്തുന്ന ന്യായീകരണങ്ങൾ. ദൈവം ഒരു കാവിലെ മാത്രം താമസക്കാരനല്ല, വിശ്വം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ശക്തി സ്രോതസ്സാണ്. ഗീതയിൽ കൃഷ്ണവചനമുണ്ട്, വിശ്വാസിയും അവിശ്വാസിയും പാപിയും നല്ലവനും എല്ലാം എനിക്കൊരുപോലാണെന്ന്. ആരാധന ഉത്സവങ്ങളും അമ്പലങ്ങളുമായി ബന്ധപ്പെടുത്തിയത് ഗോത്ര സംസ്കാരത്തിന് ഇരുണ്ട കാലമാണ്. കർമ്മമാണ് വിശ്വാസം, കർമ്മം തന്നെയാണ് ആരാധനയും. വലിയ വാക്കുകളും വലിയ വിഷയങ്ങളും ഞങ്ങൾ ഈ നാട്ടുമ്പുറത്തുകാർക്ക് അറിയില്ല. തമ്പുരാൻ മുന്നിലുണ്ടെങ്കിൽ കൊല്ലാനും ചാവാനും ഗോവിന്ദൻകുട്ടി റെഡിയാ. എന്നെ കൊണ്ട് അതേ കഴിയും. ഈ കാവും കാവിലമ്മയും അതിനെ ചുറ്റിപ്പറ്റിയാണ് ഞങ്ങളുടെ ജീവിതം. അത് സൂര്യ തേജസ് കെട്ടുപോയ ചുറ്റും കറങ്ങുന്ന ഗ്രഹങ്ങളുടെ സ്ഥിതി എന്താ? കാവിലമ്മയുടെ മുഖപ്രസാദം മുടങ്ങിപ്പോയ ഉത്സവം നടത്തിയെങ്കിലേ തെളിയൂ. അത് തെളിഞ്ഞാ ഈ നാടിന്റെ മുഖം തെളിയും. അവിടുന്ന് മനസ്സ് വെച്ചാൽ എല്ലാം നടക്കും. തമ്പുരാൻ, പഴങ്കഥ പറഞ്ഞ് മുഷിച്ചിലുണ്ടാക്കാന്ന് തോന്നില്ലെങ്കിൽ കോലോത്ത തമ്പുരാക്കന്മാരുടെ മത്സരത്തിന്റെയും കുടിപ്പകയുടെ ഇടയപ്പെട്ട് ജീവൻ വെടിഞ്ഞ ഒരു സാധു ബ്രാഹ്മണൻ ഉണ്ടായിരുന്നു, കാളൂർ ബ്രഹ്മദത്തൻ തിരുമേനി. തിരുവാഭരണങ്ങളൊന്ന് മോഷണം പോയപ്പോ ആരോ ആ പാവത്തിന് പഴിചാരി. സഹിക്കാൻ വയ്യാത്ത ആ കള്ളം കേട്ട് പാവം ബലിക്കല്ല് തലയിടിച്ച് പ്രാണം പിടിച്ചു. ഒരു പരദേശി ഭാഗവതരായി ഈ നാട്ടിലെത്തി എനിക്ക് ഒരു വലിയ തുണയായിരുന്നു അദ്ദേഹം. ആ ആത്മാവിന് വേണ്ടിയാണ് ഈ യാചന. ഉത്സവം തമ്പുരാൻ നടത്തണം. നടത്തണം, നടക്കണം, നടക്കണം, നടത്തും നമ്മൾ. കണിമംഗലത്ത് ഉത്സവ കൊടിയേറ്റ് ആൽത്തറക്കാവിൽ കൊടിയേറ്റ് പൂജ നടക്കണു. കേൾക്കണില്ലേ മേളവും കഥനവെടി? 101 501 കഥനയാ പൊട്ടണത്. അവൻ ചതിച്ചൂലോ അപ്പ. ഇളയച്ഛൻ എന്തായി പറയണേ? അവൻ എന്തു കൂട്ടിയാ കൂടും? കുളപ്പുള്ളിയകത്തെ അറയിലിരിക്കുന്ന തിരുവാഭരണങ്ങൾ അനിയത്തിക്കാവിലെത്തണ്ടേ ഉത്സവം നടക്കാൻ? ശാസ്ത്രവിധി, ആചാരം ഇതൊക്കെ മാറ്റിയിട്ട് ഉത്സവം നടത്തുന്നു. അവനെ അന്നേ ഓടിക്കണമായിരുന്നു. ആദ്യം കണ്ടപ്പോഴേ മനസ്സിൽ തോന്നി കള്ളനാണ്. ഒരിക്കലും ഈ മുറ്റത്ത് വന്നതാ അവൻ എന്റെ ദേഹിരക്കാൻ. ഇനിയും വരും. ചാത്തന്മാരവനെ കൊണ്ടുവരും. കൊല്ലം മുമ്പ് ഞാൻ മുടക്കിയ ഉത്സവത്തിന് നീ കൊടിയേറ്റ് നടത്തിയല്ലേ? കൊളപ്പുള്ളിയപ്പനെ ജയിക്കാൻ നീ ഉയർത്തിയ കൊടി നീയായിട്ട് അഴിക്കുന്നോ അതോ ഞാൻ അഴിപ്പിക്കണോ? വാക്കിന് നേരും നെറിയുമില്ലാത്ത കള്ളപ്പരിശ. ഞാൻ വന്നത് കണിമംഗലത്തെ പാവങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കാനാണ്. അവരുടെ വിശ്വാസങ്ങളും സങ്കല്പങ്ങളും നിഷേധിക്കരുത്, അതിന് തടയിട്ട് നിൽക്കരുത്. ഒത്തുതീർപ്പിന്റെ സമാധാനത്തിന്റെ വഴിയിലേക്ക് ഇറങ്ങി വരണം.
എല്ലാം ശുഭമായി അവസാനിക്കുന്ന ഒരു ദിവസത്തെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്നുള്ളൂ. നീ ഒരു സൂത്രശാലിയായ കുറുക്കനാണ്. അപേക്ഷിക്കാൻ വന്നിരിക്കുകയാണല്ലേ? ആൽത്തറക്കാവിൽ കൊടിയേറ്റ് കഴിഞ്ഞാൽ 16-ാം നാൾ ഉത്സവം. അതാ കണക്ക്. കൊടിയേറ്റ് കഴിഞ്ഞാൽ ഉത്സവം നടക്കണം, നടന്നേ തീരൂ. നിനക്കറിയാൻ നടക്കില്ലെന്ന്. കുളപ്പുള്ളി അറയിലെ തിരുവാഭരണങ്ങൾ പുഴക്കരയിലെ വട്ടത്തറയിൽ ഞങ്ങൾ കൊണ്ടുവന്ന് തരണ്ടേ? പ്രളയം വന്ന് സർവ്വതും നശിച്ചാലും നിനക്കറിയാം അത് സംഭവിക്കില്ല എന്ന്. അപ്പൊ നീ അടവ് മാറ്റി അപേക്ഷയുടെ പുതിയ ഭാഷയുമായി വന്നിരിക്കുന്നു. പോടാ, കണക്ക് പുറത്ത് പോ. തമ്പുരാൻ എന്ന് വിളിച്ച അതേ നാവ് കൊണ്ട് തന്നെ ചെറ്റെ എന്ന് വിളിക്കേണ്ടി വന്നതിൽ മനസ്താപമുണ്ട്. എടോ, അപ്പനെന്ന് പേരുള്ള തേർഡ് റേറ്റ് ചെറ്റെ, താൻ ആരാടോ? നാട്ടുരാജാവോ? തന്റെ ഈ കളരിയും മർമ്മവിദ്യയും തരികട നമ്പറും എല്ലാം ചെലവാവും ഇവിടുത്തെ പാവം ജനങ്ങളുടെ അടുത്ത്. ഇത് ആള് വേറെയാ. കളി ഒരുപാട് കണ്ടവനാ ഞാൻ. കൊടിയേറ്റ് നടത്തിയെങ്കിൽ ഉത്സവം ജഗന്നാഥൻ നടത്തും. തന്റെ അറയിലോ അപ്പൂപ്പന്റെ കുഴിമാടത്തിന്റെ ഉള്ളിലോ വെച്ചിട്ടുള്ള തിരുവാഭരണത്തിന്റെ ആമാടപ്പെട്ടി താൻ കൊണ്ടുവന്ന് തരും. പുഴക്കരയിലെ വട്ടത്തറയിൽ ഞാൻ തന്നെ വരുത്തും. ഇതിനിടയിൽ അറിയാവുന്ന നാറിയ കളികളെല്ലാം താൻ കളിക്കുമെന്ന് എനിക്കറിയാം. പക്ഷെ മറക്കണ്ട, ഒന്നും നടന്നില്ലെങ്കിൽ തന്നെ പച്ചയ്ക്ക് കൊളുത്തിയിട്ടേ ജഗന്നാഥൻ ഈ മണ്ണ് വിട്ടുപോകും. അടിച്ചു കൊല്ലടാ പട്ടിയുടെ മോനെ. Go!
കുറെ കൂടെ നെഞ്ചുറപ്പുള്ള ആരെയെങ്കിലും കിട്ടുമെങ്കിൽ വിളിച്ചു കൂടെ നിർത്ത്. ജഗന്നാഥന് നേർക്ക് നേരെ നിന്ന് തല്ലുന്ന ആണുങ്ങളോടാ ഇഷ്ടം. മനസ്സിലായോ കൊളപ്പുള്ളി? കണിമംഗലത്തെ തമ്പുരാനോടാ കളി, മറക്കണ്ട. 6-ാം തമ്പുരാനോട്.